പിന്നെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചു പോയത്. അതൊരു തെറ്റെന്ന് പെട്ടെന്നങ്ങ് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. നമ്മളിങ്ങനെ ആവുമെന്നോ, ഞാനിങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുക, എന്നെങ്കിലും വാപ്പയും ഉമ്മയും മനസ്സിലാക്കി നടത്തി തരണമെങ്കിൽ നടത്തി തരട്ടെ എന്ന് വിചാരിച്ചതാണ്. ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനും എൻ്റെ മക്കളുമായിരിക്കും, 3 മക്കളുമായിരിക്കും മുന്നോട്ടുള്ള ലൈഫ്. ഇനി തള്ളി പറഞ്ഞാലും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരു മാസത്തോളമായി തോന്നുന്നു. ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ കൂടുതലായിട്ട് ഷോർട്സാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ പുള്ളിക്കാരി മസ്റൂറ ഫാത്തിമ എന്ന ചാനലിനുടമ നെജില എന്ന് പറയുന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ എപ്പോഴും ഒട്ടുമിക്ക സമയങ്ങളിലും പുള്ളിക്കാരൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പുള്ളിക്കാരി ഷാജിദിനെ പോലെ തന്നെ തുടക്കത്തിലൊക്കെ കരഞ്ഞും കണ്ണീരുമായിട്ട് വന്ന് അങ്ങനെയൊക്കെ കണ്ണീരോടുകൂടി വന്നിട്ട് സ്വന്തമായിട്ടുള്ളൊരു വീട് എല്ലാവരുടെ അടുത്ത് കരഞ്ഞ് കാണിച്ച് യൂട്യൂബിൽ നിന്നും കുറച്ച് വരുമാനമൊക്കെ ആയി, അതുപോലെ നല്ല അത്യാവശ്യം നല്ല വരുമാനമായി, അങ്ങനെ ഒരു വീടൊക്കെ ആയി. എല്ലാവരുടെയും സഹായം കൊണ്ട് നല്ലൊരു അടിപൊളി വീട് തന്നെയായി. ആദ്യം തന്നെ പുള്ളിക്കാരി അൽഹംദുലില്ലാ മാഷാ അല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ കയ്യിലെടുക്കുന്ന ഒരു സ്വഭാവമാണ് പുള്ളിക്കാരിക്ക്. അപ്പോൾ ഈ പുള്ളിക്കാരി തുടക്കം മുതലേ പാവമായിട്ട് നിന്ന് പിന്നെയാണ് ഈ പുള്ളിക്കാരിയുടെ തനി സ്വരൂപം, വീടായതിനു ശേഷമാണ് പുള്ളിക്കാരിയുടെ തനി സ്വരൂപം പുറത്ത് വരാൻ തുടങ്ങിയത്. അത് കൂടുതലായിട്ടും പുറത്ത് കൊണ്ടുവന്നത് ബീൻ ഫാമിലി എന്ന് പറയുന്ന ഒരു ചാനലിലുടമയാണ്. അവരുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്. കമൻറ്റും കാര്യങ്ങളൊന്നും ഇടാറില്ല, പക്ഷേ ലൈവും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ പുള്ളിക്കാരിയെ കുറ്റം പറയുന്ന സമയത്ത് ബീൻ ഫാമിലിയെ ഒരുപാട് ആളുകൾ വിമർശിച്ചിരുന്നു. ഇപ്പോൾ ഈ കള്ളങ്ങളെല്ലാം പുറത്ത് വന്നപ്പോൾ ഈ നെജിലയുടെ ഉമ്മ തന്നെ സ്വയം ബീൻ ഫാമിലിയുടെ ചാനലിൽ വിളിച്ചിട്ട് ലൈവിലൊക്കെ വിളിച്ചിട്ട് സംസാരിച്ച് പുള്ളിക്കാരി തന്നെ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞ സമയത്ത് ഇപ്പോൾ കൂടുതലായിട്ടും ഇവരെ വിമർശിക്കുന്ന വീഡിയോകളാണ് കാണുന്നത്. എന്തായാലും പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഈ ഒരു ഒളിച്ചോട്ടം കൊണ്ട് റീച്ച് ആയിട്ടുണ്ട്. എന്തായാലും കുറച്ച് റീച്ച് ഇല്ലാതെ കിടക്കുമായിരുന്നു. ആദ്യമൊക്കെ കരഞ്ഞും കണ്ണീരൊക്കെ കാണിച്ച് റീച്ച് ആയിട്ടുണ്ടായിരുന്നു, പിന്നെ റീച്ച് ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, 3 കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മക്കളുണ്ട്. അത് 2 എന്തോ ഡിവോഴ്സായി, 3ാമത്തെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ 4ാമത് ഈ പുള്ളിക്കാരി വിവാഹം കഴിച്ചിരിക്കണം. അത് വിവാഹം കഴിച്ചിട്ടില്ല, അയാൾക്കൊരു ഭാര്യയുണ്ട്, അത് ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരി നിയമപരമായിട്ടല്ല കല്യാണം കഴിച്ചിരിക്കുന്നത്, രജിസ്റ്റർ മാരേജ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതും ഈ നെജിലയുടെ ഉമ്മ പറയുന്നത് എന്താ പറയുക, അനാശാസ്യം നടത്തുന്നത് കണ്ടു. ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരെ 2 പേരെയും പിടിച്ചു, അതിൻ്റെ പുറത്ത് ചോദ്യം ചെയ്തു, പിന്നെ കയ്യാങ്കളിയായി. അങ്ങനെ പോലീസ് വന്ന് ഈ പുള്ളിക്കാരിയെ ഇയാളുടെ കൂടെ പറഞ്ഞു വിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഇവള് വന്ന് പറയുന്നത് പ്രായപൂർത്തി ആയതുകൊണ്ട് എനിക്ക് എന്തും ആവാം, എനിക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഇവർ തമ്മിൽ പരിചയമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പുള്ളിക്കാരി പറയുന്ന കുറച്ച് ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് കണ്ടു നോക്കൂ. ഇന്ന് നൈറ്റ് വരും, നാളെ എത്തും. ഇതാണ് നമ്മുടെ റൂം കേട്ടാ. ഇതാണ് റൂമും കാര്യങ്ങളും ഒക്കെ. അത് ഷീറ്റിട്ട വീടാണ്. ഈ റൂമിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇക്ക അവിടുത്തെ ജോലി മതിയാക്കിയിട്ട് വരികയാണ്. ഇനി ഇവിടെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ട് കൂലിപ്പണി ചെയ്തിട്ട് നിൽക്കാമെന്നാണ്. കാരണം മോളെ സ്കൂള് രാവിലെയും വൈകിട്ടും കൊണ്ടാക്കേണ്ട നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക്. വീട്ടുകാര്യങ്ങളും ബാക്കി മിച്ചുമോനെ ഇവിടെ നിർത്തിയിട്ടാണ് പോണത്. ഇവിടുത്തെ ഉമ്മ നോക്കിക്കോളും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ എല്ലാവരും മുത്തുമോനെ ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ മുത്തുമോന് വൈകാതെ തന്നെ കൊണ്ടുവരും. നമ്മുടെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി റൂമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെങ്കിലും നിലനിൽക്കട്ടെ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവരെക്കുറിച്ച് ഒട്ടുമിക്ക ആളുകൾക്കും അടുത്തുള്ളവർക്കൊന്നും ഇവരെക്കുറിച്ച് യാതൊരു നല്ല അഭിപ്രായങ്ങളൊന്നുമില്ല. ഇവളുടെ ഉമ്മ തന്നെ ഇവളെക്കുറിച്ച് ഇത്രയും അറം പറ്റുന്ന വാക്കുകൾ പറയണമെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരി എത്രമാത്രമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവള് ഭയങ്കര മോശമാണ്, പല രീതിയിലും തെറ്റായി നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ പുള്ളിക്കാരി ഫസ്റ്റ് വരുന്ന സമയത്ത് ഇവർക്ക് 3 മക്കളാണ് കേട്ടോ, 2 ആൺപിള്ളേരും ഒരു പെൺകൊച്ചുമാണ്. അപ്പം എന്താണ്, ഒരു കുട്ടി ഇപ്പോൾ അവളുടെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും കൂടിയാണ്. ഉമ്മാനെയാണ് പുള്ളിക്കാരി കുറ്റം പറയുന്നത്, വാപ്പാനെ കുറ്റം പറയുന്നേയില്ല. വാപ്പ എനിക്ക് സപ്പോർട്ടാണ്, എന്നെ വാപ്പാക്ക് മനസ്സിലാക്കാൻ കഴിയും, പക്ഷെ ഉമ്മയാണ് മനസ്സിലാക്കാത്തതെന്ന് പറയും. അതങ്ങനെയാണ് എല്ലാ കാര്യത്തിലും. പെൺമക്കളുടെ കാര്യങ്ങൾ വാപ്പാനെക്കാളും ഉമ്മമാർക്കായിരിക്കും കൂടുതലായിട്ട് അറിയുന്നത്, അവരുടെ മനസ്സറിയുന്നത്. ഇപ്പോൾ വാപ്പമാർ പറയുമ്പോൾ കൂടുതലായിട്ടും പെൺമക്കളുടെ അടുത്ത് അങ്ങനെ തുറന്ന് സംസാരിക്കാറില്ല. അവരുടെ നീക്കങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഉമ്മമാരായിരിക്കും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും ഇവരുടെ കള്ളത്തരങ്ങൾ
പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതും ഉമ്മമാരായിരിക്കും. വാപ്പാമാർക്ക് അതിൽ റോൾ ഉണ്ടാവില്ല. അവരെന്താ രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരത്ത് വരുന്ന സമയത്ത് അപ്പുള്ള ആ ഒരു ഇത് മാത്രമാണ് മക്കളുടെ കാണുള്ളൂ. പക്ഷേ 24 hours മക്കളുടെ കൂടെ നമ്മൾ ഉമ്മമാർ ഇരിക്കുന്ന സമയത്ത് അവരുടെ ഓരോ നീക്കങ്ങളും ഉമ്മമാർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവളുടെ ഉമ്മയും അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ടാവാം പുള്ളിക്കാരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നതും തെറ്റ് ചൂണ്ടിക്കാട്ടിയതും. അല്ലാതെ ഈ 3 കല്യാണം കഴിഞ്ഞിട്ടും അതിലൊരു സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ പുള്ളിക്കാർ തുടക്കം മുതലേ ഇങ്ങനെ ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞും ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് ഒരു വീട് പുള്ളിക്കാരിക്ക് ആയതും. അപ്പോൾ ഇപ്പോൾ റൂമും ഈ ഒരു ആളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ബീൻ ഫാമിലിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇയാൾ എന്തോ കള്ളുകുടിയനാണ്, അതുപോലെ തന്നെ കൊലപാതകയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അയാളെ വെളുപ്പിച്ചിട്ടുള്ള വീഡിയോസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ കല്യാണം കഴിച്ച ആൾക്കൊരു ഭാര്യയുണ്ട്, അവളെന്തോ കിടപ്പിലാണെന്നും ഇവളുടെ സമ്മതപ്രകാരമാണ് ഇപ്പോൾ ഇവളെ കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് നേരത്തെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഈ നെജില പറയുന്നുണ്ടായിരുന്നത് എന്താണ് ഇത് ജുമൈലാന്നോ എന്തോ ആണ് പുള്ളിക്കാരുടെ പേര്. അവർ കിടന്ന കിടപ്പിലാണ്, അവളുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ചെയ്തത്. അതിലും ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്ത് നോക്കാൻ തയ്യാറാണ്, ബാധ്യസ്ഥയാണ്, ഈ ജുമൈലാക്ക് ചെലവിന് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതുപോലെ തന്നെ എന്താണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെന്തോ എറണാകുളത്താണ് ഇയാൾക്ക് ജോലി, ബസ് റൂട്ട് എന്തോ ആണ്. ആ ബസ് റൂട്ട് എന്ന് പറയുന്നത് തന്നെ കൊച്ചിയിലാണ്, ബസ് റൂട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ പേര് ആ പുള്ളിക്കാരിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ബസ് റൂട്ടിലല്ലേ ഇത്, എത്ര മാത്രം പോകുന്നുള്ളത് നമുക്ക് അറിയാം, ഇത് കുറച്ച് കഴിയുമ്പോൾ നീ തന്നെ ഇയാളെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോയിൽ വരും, ഇതൊക്കെ എന്തിനാണ് പബ്ലിക്കിന് മുമ്പിൽ ഇടുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ശരിയാണ്, ഇവള് മൊത്തത്തിനും പബ്ലിക്കിന് മുമ്പിൽ പറഞ്ഞതാണ് ഇവൾക്ക് വിനയായത്. ഇവളുടെ ഫാമിലി കാര്യങ്ങൾ ഇവളുടെ രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു. വീട് കെട്ടിയ ശേഷം ഇവൾക്ക് നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു വീടും അതുപോലെ തന്നെ അത്യാവശ്യം സഹായങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവളുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും പുറത്ത് കൊണ്ടുവന്നത് ഷെഫീന ബീവിയും അതുപോലെ ബീൻ ഫാമിലിയായിരുന്നു കൊണ്ടുവന്നത്. ഇവർ രണ്ടുപേരും പിന്നിൽ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവിലും ബീൻ ഫാമിലിയുടെ ലൈവിലും ഇവളുടെ ഉമ്മ വന്നിട്ട് ഇവളെ പറയുന്നുണ്ട് ഇവള് നശിച്ചു പോകും, പിഴച്ചവളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഉമ്മ പബ്ലിക്കിന് മുമ്പിൽ ഇങ്ങനെ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവുമല്ലോ. സത്യം ഇല്ലാതെ ഈ ഉമ്മ ഒരു മകളെക്കുറിച്ച് ഒരിക്കലും ഒരു ഇതിൽ വന്നിട്ട് കുറ്റം പറയില്ല. അപ്പം നമ്മൾ ഷാജിയുടെ എല്ലാവരുടെയും കണ്ടതാണ്, സ്വന്തം ഉമ്മാനെ വലിച്ചു കീറുന്ന ആ ഒരു വീഡിയോ അവൾ കൊണ്ടുവന്ന് ഇട്ട് ഇപ്പം നല്ല പിള്ളയായതില്ലേ. റീച്ചിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിന്ന് കുറച്ച് റീച്ചായ സമയത്ത് അഹങ്കാരം കാണിച്ച് സ്വന്തം ഉമ്മാനും കൂടപ്പറപ്പിനും വരെ കുറ്റം പറഞ്ഞ വ്യക്തിയാണ് ഈ ഷാജി എന്ന് പറയുന്ന ആള്. അപ്പൊ അവളെ കുറ്റം പറഞ്ഞിട്ട് ഈ നെജിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് യാതൊരു അർഹതയില്ല അവളെ കുറിച്ച് വീഡിയോ ചെയ്യണം. എന്തായാലും ഇവള് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. ഇൻഷാ അല്ലാഹ് ഒരു സമയത്ത് ഒരുമിക്കുന്നൊരു ദിവസം വരും. എത്ര ഇനി തള്ളി പറഞ്ഞാലും എൻ്റെ വാപ്പ എന്നെ കളയൂല, ആര് കളഞ്ഞാലും എൻ്റെ വാപ്പ എന്നെ കളയൂല, അതെനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചു പോയത്. അതൊരു തെറ്റെന്ന് പെട്ടെന്നങ്ങ് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. നമ്മളിങ്ങനെ ആവുമെന്നോ, ഞാനിങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുക, എന്നെങ്കിലും വാപ്പയും ഉമ്മയെ മനസ്സിലാക്കി നടത്തി തരണമെങ്കിൽ നടത്തി തരട്ടെ എന്ന് വിചാരിച്ചതാണ്. അപ്പോഴേ ആലുവ മതിയാക്കിയിട്ട് വരെയാണ്. ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനും എൻ്റെ മക്കളുമായിരിക്കും, 3 മക്കളുമായിരിക്കും മുന്നോട്ടുള്ള ലൈഫ്. മസ്റൂറ ഫാത്തിമ എന്നുള്ള പേര്, കാരണം അത് കുട്ടിയുടെ പേരാണ്, അന്നൊരു തമാശ രൂപത്തിലിട്ട പേരാണിത്. അപ്പോഴും ഇനി എൻ്റെ പേരും ഇക്കാരെ പേരും ചേർത്തിട്ട് മക്കളും ചേർത്തിട്ടായിരിക്കും വരുന്നത്. പിന്നെ വാപ്പന്ന നാളെ ജന്മദിനമാണ്, വാപ്പിച്ചുണ്ടെങ്കിൽ മുടിയൊക്കെ വെട്ടിച്ച് നിൽക്കാനെന്ന് മുടിയൊക്കെ വെട്ടിച്ചിട്ടാണ് പോയത്. മസ്റുമോളെ വാപ്പന്ന വീഡിയോ ഇട്ടേണേ, ഇത് കഴിഞ്ഞിട്ടുമ്പാ മസ്റുമോള് സ്കൂൾ വിട്ടൊക്കെ വന്ന് അമ്മച്ചി തരാം. ഇത് മസ്റൂ എല്ലാവർക്കും സലാം പറഞ്ഞോട് തന്നെ. നിനക്ക് സുഖാണോ? മുമ്പത്തെ ഇവിടെ വന്നിരിക്കും. മുമ്പത്തെ ലൈഫാണോ നമ്മളെ ഇപ്പോഴത്തെ ലൈഫാണോ നല്ലത്? ഈ പുള്ളിക്കാരി എന്തൊരു സന്തോഷത്തോടെയാണല്ലേ പറയണത്. എൻ്റെയൊക്കെയും ഇനിയുള്ള വീഡിയോയിൽ എൻ്റെയൊക്കെയും എൻ്റെ 3 മക്കളും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് പറയണത്. എന്തായാലും ഈ സന്തോഷം നിലനിൽക്കട്ടെ, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇനി വേറെ അടുത്തൊരു സുപ്രഭാതത്തിൽ എൻ്റെയൊക്കെ നെട്ടേച്ച് പോയി എന്നുള്ളൊരു വീഡിയോ ആയിട്ട് വരാതിരിക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ വലിയ വെല്ലുവിളികളാണ് ഇവിടെ നടത്തുന്ന ഓരോ വീഡിയോയിലും. ആര് കളഞ്ഞാലും എൻ്റെ ഞാൻ വിട്ടു പോവില്ല, എൻ്റെ കൂടെ ഉണ്ടാവും, എന്നെ മനസ്സിലാക്കിയതാണ്, എന്താണ് ടൗണിൽ
ടൗണിൽ എല്ലാവരുടെ അടുത്തും ഇന്നലത്തെ ലൈവ് എന്തോ കണ്ടത്, ടൗണിൽ എല്ലാവരുടെ അടുത്തും എന്താണ് എൻ്റെ പെണ്ണാണെന്നാണ് പറഞ്ഞത്, എൻ്റെ എന്താണ് ഭാര്യയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഭാര്യ ഉണ്ട് ഇയാൾക്ക്, അത് ഡിവോഴ്സ് ആയിട്ടില്ല, എന്നിട്ടാണ് ഇവളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെല്ലുവിളിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ കണ്ടു. എന്തായാലും ഇത് നിലനിൽക്കട്ടെ, ഇവളുടെ ആഗ്രഹം പോലെ തന്നെ അത് എപ്പോഴും നിലനിൽക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്കും പറയാനുള്ളത്. ആ മക്കളുടെ ഭാവി ആലോചിച്ചിട്ട് ആ മക്കളെയും കൊണ്ട് ഈ പുള്ളിക്കാരി ഇയാളുടെ മുഖമൊന്നും കാണിക്കുന്നില്ല, എടുത്തിട്ട് അലക്കെന്ന് പറഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ എന്താണ് ഇവര് എന്താണ് ഈ ഇപ്പോൾ കല്യാണം കഴിച്ച ആൾ ഈ മസ്റൂറ ഫാത്തിമ എന്ന് പറഞ്ഞ കൊച്ചിനെയും കൊണ്ട് എവിടെയോ പോയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആൾ ഒരുപാട് പേര് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ മോളെ സൂക്ഷിക്കണം, അത് വളർന്നു വരുന്ന ഒരു മോളാണ്, എത്രയാണെങ്കിലും സ്വന്തം വാപ്പാനെ പോലെ സ്വന്തം വാപ്പാനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്, ഇതാണെങ്കിൽ അന്യ പുരുഷനാണ്, നീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്ന ഒരു കമൻറ്റ് കണ്ടു. എനിക്കും അതാണ് പറയാനുള്ളത്. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, എന്നാലും നമ്മൾ ഒരു കണ്ണ് വേണം. എന്താ വെച്ചാൽ ഇയാൾ അത്രയ്ക്ക് നല്ല ആളല്ല എന്നാണ് പൊതുവേ പറയുന്നത്. ബീൻ ഫാമിലിയൊക്കെ കുറച്ച് അന്വേഷിച്ചിട്ടും എല്ലാം പുള്ളിക്കാരി എല്ലാ തെളിവുകളും ഉൾപ്പെടെയാണ് പുള്ളിക്കാരി ഈ എന്താണ് ഇതിൽ വന്നിട്ട് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിനും കൂടുതൽ തെളിവുകളായിട്ട് ബീൻ ഫാമിലി വരും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ആ കുഞ്ഞിനെ, ആ മൂത്ത മോളെ ഒന്ന് സൂക്ഷിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും നെജിലയുടെ ഉമ്മ ബീൻ ഫാമിലിക്ക് കുറച്ച് വോയിസ് ഉണ്ട്, കൊടുത്ത കുറച്ച് വോയിസ് ഉണ്ട്. അതെന്തായാലും അവരെന്തോ കോൾ ചെയ്തപ്പോഴെന്തോ എടുത്തതാണ് തോന്നുന്നത്, ആ സമയത്ത് ലൈവ് ഇട്ടതാണെന്ന് എന്താണ് തോന്നുന്നത്. നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പും കൂടെ ഒന്ന് കേട്ടിട്ട് വരട്ടെ, ഒന്ന് കേട്ട് നോക്കൂ. ഞാൻ എന്തേലും അറിയുമ്പോൾ ഇവിടെ നിന്ന് അവിടെ ചെന്ന് എന്ന് ബെല്ല് കൊടുക്കും, ബെല്ല് കൊടുക്കാതെ ഞാൻ ഇപ്പുറത്തുകൂടെ അറിഞ്ഞു ആ ബാത്റൂമിന്റെ അവിടെ ചെന്നപ്പോൾ ഒരാണുങ്ങളെ സംസാരം കേൾക്കുന്നു. എവിടാ? റൂമിനകത്ത്. റൂമിനകത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു യൂട്യൂബിലെങ്ങാനും വിളിച്ച് അങ്ങനെ ആണുങ്ങൾ സംസാരിക്കായിരിക്കുന്നു. ഞാൻ പേര് വിളിച്ചില്ല, എന്ന് നെജിലോ എന്ന് പറഞ്ഞോണ്ടാണ് ചെല്ലുന്നത്. പക്ഷെ നെജിലോ എന്ന് പറഞ്ഞാൽ വിളിച്ച് ചെന്നെങ്കിൽ അവള് കഥ പടച്ചനായിരുന്നു. അങ്ങനെ ഞാൻ ചെന്ന് ആ ഗ്രില്ല് തുറന്ന് അങ്ങനെ ഇപ്പൊ അരിയടുപ്പി കിടക്കണം. അവിടെ അടുക്കളയെ നോക്കിയിട്ട് കാണുന്നില്ല, ഹാളിൽ നോക്കി, അപ്പുറത്തൊരു റൂമുണ്ട് അതിൽ നോക്കി. അപ്പൊ ഇപ്പുറത്തോട്ട് വന്നപ്പോ റൂം ചാരി വയ്ക്കുന്നു. ഞാൻ നെജിലാന്ന് വിളിച്ചപ്പം ഇവള് കഥവ് തുറന്നു. ഉമ്മ ഞാൻ കണ്ട രംഗം എനിക്ക് കണ്ടപ്പം മോളെ സഹിക്കാൻ വയ്യ. കണ്ട രംഗം ഞാൻ ചോദിച്ചു, ഇങ്ങനെ വെച്ചു, ഞാൻ വിളിച്ച വിളി ഞാൻ വേറെ രീതിയിലുള്ള വിളിയാണ് വിളിച്ചത്. എടാ പട്ടി ഈ വീട്ടിനകത്ത് കയറി എന്തിനാടാന്ന് വെച്ചു. ഞാൻ ഷാനാണ്, എനിക്ക് നെജിലായ ഇഷ്ടമാണ്. ഇവൻ പറഞ്ഞതാണ്. അപ്പൊ നെജില പറഞ്ഞ് എനിക്ക് ഷാന ഇഷ്ടമാണ്, നിങ്ങൾ വിവാഹം കഴിച്ചു. ഞാൻ ഈ കുടിയനെ കുടിച്ചിട്ടുണ്ട്, അവൻ മുഴുത്ത് കുടിച്ചിരിക്കുകയാണ്. ഞാൻ ഈ കുടിയനെ നീ ഇടുന്നാണ്. അപ്പൊ അതാ ഷാൻ നിങ്ങൾ നാറുമ്മ, നിങ്ങളെല്ലാവരും ഞാൻ നാറണ എനിക്കുള്ള വ്യഭിചാരത്തിന് ഞാൻ കൂട്ടിക്കൂലെന്ന് പറഞ്ഞ് അങ്ങനെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ്. ഇപ്പോൾ കണ്ടില്ലേ, അവിഹിതമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഇതിനുള്ള തുടക്കങ്ങൾ. അപ്പോൾ ഈ ഒരു ഇത് കണ്ടുപിടിച്ചതിൻ്റെ പുറത്താണ് പ്രശ്നങ്ങളായതും പുള്ളിക്കാരി ആ ഒരു ആളുടെ കൂടെ ഓൺ ദ സ്പോട്ട് പോലീസിനെയൊക്കെ വിളിച്ച്, പോലീസ് അവർ പ്രായപൂർത്തിയായ അവരാണെന്ന് പറഞ്ഞിട്ട്, അതെന്തായാലും അങ്ങനെ തന്നെ പ്രായപൂർത്തിയായവർക്ക് എന്തും ആവാമെന്ന് നിയമമുണ്ടല്ലോ. അപ്പോൾ പിന്നെ പോലീസുകാർക്കും അത് എതിർക്കാനൊന്നും പറ്റില്ല. അങ്ങനെ തന്നെ അവൻ്റെ കൂടെ വിട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ പുള്ളിക്കാരി എന്താണ് ഇയാളുടെ വീട്ടിൽ ആണ് ഇപ്പോൾ താമസിക്കുന്നത്. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു താലിയൊക്കെ എടുത്തിട്ട് അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തത് കണ്ടു. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. ഉമ്മ എന്താണ് ആ റൂമിൽ നിന്ന് ഇവള് ഒറ്റയ്ക്ക് ഒരു വീട്ടിലും തൊട്ടടുത്താണ് ഉമ്മയും വാപ്പയൊക്കെ കഴിയുന്നത്. ഇവർക്ക് പുതിയ വീട് വെച്ചല്ലോ. അപ്പോൾ ഇവൾക്ക് ഈ വീട്ടിൽ എന്തോ ആവാലോ, ആ ഒരു ഇതിലായിരിക്കും പുള്ളിക്കാരി വിളിച്ച് വരുത്തിയതും. പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ വിളിച്ച് വരുത്തിയതായിരിക്കും. അതും ഉമ്മ കൈയോടെ പൊക്കി. അങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും പുള്ളിക്കാരനെ എന്താണ് പോലീസ് വിളിച്ചൊക്കെ അവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞത്. ആ ഉമ്മ പറയുന്നുണ്ട് കുടികാരനാണ്. അപ്പോൾ എനിക്കും പറയാനുള്ളത്, നിൻ്റെ കയ്യിലും ഒരു പെൺകുട്ടിയാണ്, ആ കൊച്ചിനെ സൂക്ഷിക്കുക എന്നാണ് എനിക്കും പറയാനുള്ളത്. ഇവള് വലിയ വായിൽ പറയുന്നുണ്ടായിരുന്നു എൻ്റെക്ക എന്നുള്ള പറഞ്ഞത്. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ എൻ്റെക്ക എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ ചെയ്തു എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ടൊരു ഇത് വരാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. നമ്മൾ സൂക്ഷിക്കണം മക്കളെ. നമ്മൾ എന്താ പറയുക, നമ്മുടെ മക്കൾ നമ്മുടെ അടുത്താണെങ്കിൽ കൂടി മക്കൾ സേഫല്ല. നമ്മൾ ഇപ്പോൾ ഒരു സ്കൂളിൽ വിടുമ്പോഴാണെങ്കിലും, എനിക്ക് എന്നെ സംബന്ധിച്ച് സ്കൂളിൽ വിടുമ്പോഴും അതുപോലെ എന്താണ് കളിക്കാൻ വിടുകയാണെങ്കിലൊക്കെ പേടിയാണ്. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഇന്നത്തെ കാലം. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. എന്നിട്ടാണ് ഈ കള്ളുകുടിയൻ്റെ കൂടെ ഈ പെൺകൊച്ചിന്, അതും അത്യാവശ്യം വലിയൊരു കൊച്ചാണ്, 10-11 വയസ്സായിട്ടുണ്ട് ആ കൊച്ചിന്. അപ്പോൾ ആ കൊച്ചിനെ കൊണ്ട് ഇവിടെ ജീവിക്കുന്നത് പറയുമ്പോൾ ഒരു പെൺകുട്ടികളുടെ ഉമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പേടിയാവുന്നുണ്ട് സത്യം പറഞ്ഞാൽ. എന്തായാലും നമുക്ക് ബാക്കി ഭാഗം കൂടെ ഒന്ന് കേട്ടിട്ട് വരാം, ഒന്ന് കേട്ട് നോക്കൂ. ഞാൻ എന്തേലും ഈ അപ്പോഴും തന്നെ ഞാൻ പറഞ്ഞു ഓടി വരണേ. അപ്പൊ ജനലും കഥവും എല്ലാം അവിടെ അങ്ങ് അടച്ചു കുറ്റിയിട്ട് എന്നെ വെളിയിലിറങ്ങാതെ.
അങ്ങനെ നിനക്ക് ഞാൻ ഓടി വന്ന് ഹാളില്ല ജനൽ തുറന്ന് ഓടി വരണേ ഷാൻ വന്നേ ഇതിലാരെ വീട്ടിൽ വന്നേന്ന് വിളിച്ചു. വാപ്പ ഇവിടെ നിന്ന് പാഞ്ഞു കുറിച്ച് അവിടെ വന്നു. ഇത് എന്തേലും പറയുമ്പോ ഇറങ്ങി ഓടാൻ ഒരുങ്ങി. കഥ തുറന്നിട്ട് പറഞ്ഞു. അപ്പൊ കൂടെ പറ്റി പിടിച്ച്. അപ്പൊ നൗഫലിനെ വരുത്തി. നൗഫലും ഞാൻ ഫോൺ ചെയ്ത് വന്ന് ആട്ടിച്ച് എവള അവനെ അടിച്ച് ആ എവക്ക് കൊടുത്ത് വലിച്ചുകൊണ്ട് ഇവിടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ നാട്ടുകാരെല്ലാരും കൂടി നാട്ടുകാരെല്ലാരും കൂടി എല്ലാരും ഇവിടെ വന്ന് വാപ്പാര ആൾക്കാർ എല്ലാരും ചേട്ടന്റെ മക്കള് പിന്നെ അനിയൻ ബാക്കിയുള്ള എല്ലാരും ഇവിടെ വന്നു. ഈ അയൽവക്കക്കാരും പിന്നെ നൗഫലിന്റെ കൂട്ടുകാരും എല്ലാരും വന്ന് അപ്പോഴത്തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. ഞങ്ങളാണ് അറിയിച്ചത്. പോലീസ് എല്ലാരും വന്ന് ഇവള് ഇവിടത്തെ കിണറ്റി എടുത്ത് ചാടാനായിട്ട് മണ്ടേ കയറി. നൗഫൽ തൂക്കി കഴിഞ്ഞിട്ട് എടുത്തിട്ട് കോട്ടത്തെ ചെവിക്കലിന് അവളെ കാലിലൊക്കെ കെട്ടി വലിച്ചടച്ച് കൂട്ടത്തെ അവളെ ചെവിക്കലിന് രണ്ടുപോയി കൊടുത്തു. ചേട്ടന്റെ മോനും കൊടുത്തു. മൂടിക്ക് കുത്തി പിടിച്ചിട്ട്. ഇപ്പൊ നെജിലയുടെ ഭർത്താവിന്റെ പേരാണ് ഭർത്താവല്ല കാമുകന്റെ പേരാണ് ഷാൻ എന്ന്. നൗഫൽ എന്ന് പറയുന്നത് ആങ്ങളാണ്. അവര് ശരിക്കും കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇവള് കിണറി ചാടാൻ നോക്കി. എന്നിട്ട് ഇവള് വന്ന് വീഡിയോയിലും ലൈവിലൊക്കെ വന്നിട്ട് ഇവളെ ന്യായീകരിച്ചു. ഇവള് ഭയങ്കര വെളുപ്പിക്കുന്നുണ്ട്. എന്തായാലും ഒരു തെറ്റ് ചെയ്തവര് ഒരിക്കലും രക്ഷപ്പെടില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ അതെന്തായാലും പുറത്ത് വരും. എന്തായാലും ആ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിട്ട് 2 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഇവള് പോയിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ വാപ്പയാണ്. ആ മക്കളുടെ ഭാവി ആലോചിക്കുമ്പോഴാണ് ആ 3 വാപ്പമാരെ വാപ്പാന്ന് വിളിക്കേണ്ട ആ ഗതികേട്. സ്വന്തം ആദ്യം ഒരു വാപ്പ, പിന്നെ ഒരു വാപ്പ, പിന്നെ ഒരു വാപ്പ, ഇത് 4മത്തെയാണ്. ആ മക്കളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ ഇവൾക്ക് ഇത്രയും കല്യാണം കഴിഞ്ഞിട്ടും പിന്നെ എനിക്ക് 30 വയസ്സേ ആയിട്ടുള്ളൂ, ഞാൻ വിധവയായിട്ട് കഴിയണമെന്നാണോ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ്. കല്യാണം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. 1, 2, 3, 4 ആയി എന്നിട്ടും ഒതുങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കുകയാണ് ആ മക്കളുടെ കാര്യം. ആ മക്കളെങ്കിലും സുരക്ഷിതമാവട്ടെ. മക്കളുടെ പോട്ടെ, ആ മൂത്ത മോളുടെ കാര്യമാണ് എനിക്ക് ആ കുഞ്ഞ് വന്നിട്ട് ഒരു വീഡിയോയിലൊക്കെ ഇങ്ങനെ സംസാരിക്കണം. സത്യത്തിൽ സഹതാപം തോന്നും. ആ കുഞ്ഞിനറിയില്ല, ഇവള് പറഞ്ഞു കൊടുക്കുന്നത് ആ മക്കൾക്ക് അറിയുള്ളൂ. എനിക്കിനി ഇതാണ് എൻ്റെ വാപ്പ എന്നൊക്കെ പറഞ്ഞ് ആ മോള് വന്നിട്ട് വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമാണ് തോന്നുന്നത്. ഇവള് ആ മക്കളെ കരുവാക്കിയിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ആ മക്കളെ ഓർത്തിട്ടെങ്കിലും അവൾക്ക് ഇപ്പോൾ ഒരു നല്ലൊരു വീടും കിട്ടിയിട്ടുണ്ട്. അതിൽ സന്തോഷത്തോടു കൂടി ജീവിച്ചൂടെ? വേറൊരു കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കാതെ അവൾക്ക് അങ്ങനെ ജീവിച്ചൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് 1, 2 ആണെങ്കിലും കുഴപ്പമില്ല. ഇത് 4മതൊരു വിവാഹം, 3 എണ്ണത്തിലും ഇതായി പോയിട്ട് പിന്നെ 4മതൊരു വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്തായാലും ആ മക്കൾ സുരക്ഷിതമായിട്ട് ഇരിക്കട്ടെ എന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.